സഹാല ഗൈസല്ലാക്കിന് മറ്റൊരു ഫ്രീ ഫയർ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട തന്നെ ഗൈസ് ഞാനൊരു കിടിലം റൂം മാച്ചാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഫണ്ണി റൂം മാച്ചാണ് ഗൈസ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഫണ്ണി എന്നറിയാം, ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഫണ്ണി എന്ന് പറയുമ്പോൾ ഗൈസ് നമ്മൾ ലോൺ വോൾഫ് റൂം മാച്ച് സ്റ്റാർട്ട് ചെയ്യും. ലോൺ വോൾഫ് എന്നിട്ട് ഡൂ കൊടുക്കും ഗൈസ്. നമ്മൾ ടീമേറ്റിൻ്റെ പല കളിക്കണേ, നമ്മൾ ബംഗാളികളെ ഗൈസ് കളിക്കണേ. പക്ഷേ ഇതൊക്കെ നമുക്ക് മാക്സ് ഇട്ടേക്കാം. 11 റൗണ്ട് ത്രോബിൾ ലിമിറ്റ് അൾട്ടിമേറ്റ് ഗ്ലൂവാളാക്കാം, ഹെഡ് ഷോട്ടും. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഇതോടെ എന്താ ഫ്രണ്ട്ലി ഫയർ എന്ന് കാണാം. ഫ്രണ്ട്ലി ഫയർ ഇതെന്തെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഫ്രണ്ട്ലി ഫയർ പറഞ്ഞാൽ നമ്മൾ ടീമേറ്റിന് തന്നെ ഗൈസ് നമുക്ക് അടിക്കാം. അതായത് ഓൽക്ക് നമ്മളെ അടിക്കാം, നമുക്ക് ഓലെ അടിക്കാം. ഇപ്പോൾ ഞാനും എൻ്റെ ടീമേറ്റും കളിച്ചാണെങ്കിൽ എനിക്ക് ടീമേറ്റിനെ ഹെഡ് ഷോട്ട് അടിച്ച് കൊല്ലാം. പക്ഷേ കില്ല് കിട്ടൂലെന്നുള്ളൂ, കില്ലും ഡാമേജും കിട്ടൂല ഗൈസ്. ഇനി ഏതെങ്കിലും ബംഗാളികളോ ടീമേറ്റോ വരുന്നവരെ കാത്തിക്കണം ഗൈസ്. ഒരു വരുന്നവരെ ഗൈസ് നമുക്ക് ഏതായാലും നമ്മളെ ജില്ലയിലൊക്കെ നമുക്ക് വിളിച്ചോക്കാം. അതിലെടുത്താലും ഇനി ഒരു 3 നാളും കൂടി കിട്ടിയ ഗൈസ് നമുക്ക് നമ്മളെ ഫണ്ണി റൂം വെച്ച് കളിച്ചേന്. ഗൈസ് ഒരാളൊന്നു, 2 ആളൊന്നു, ഇനി അപ്പുറത്തെ ഒരാളും കൂടി വന്നാൽ റെഡിയായി ഗൈസ്. നമ്മളപ്പം തൂഫാനാണ്. വന്ന് ഗൈസ്. അയ്യോ മടിയിൽ ആളും ആണ്. എന്താരാ അപ്പുറത്തിന് ഒരാൾ പോയി ഗൈസ്. ഒരാൾ വരുമ്പോഴത്തേനും ഒരാൾ പോകും. അപ്പം കറക്റ്റാ ഗൈസ്. ഇനി എൻ്റെ ഗൈസ് ഞാൻ അവരെ വെറുപ്പിച്ച് വിടും. മിക്കവാറും കളിയിൽ നിന്ന് ബാക്ക് അടിച്ച് പോകാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയാണ് ഗൈസ് ഞാൻ അതിനെ കളിച്ചപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്തത്. ഞാൻ അതിന് മുമ്പ് കേട്ട കുറേ കളിച്ചിരുന്നു ലോൺ വോൾഫിനെ. എല്ലാവരും ബാക്ക് അടിച്ച് പോകും ഗൈസ്. ഞാൻ കാണിച്ചാൽ ഗൈസ്, ട്രെയിൽ കാണിച്ചുതരാം. എന്താ കണ്ട ഗൈസ്, നമ്മളൊക്കെ ടീമേറ്റിൻ്റെ അടുത്ത് തന്നെ നിൽക്കും. വേണ്ടോ കണ്ട ഗൈസ്, ടീമേറ്റിനെ നമുക്ക് ഹെഡ് അടിച്ചാൽ അതൊക്കെ കിട്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്ലി ഫയറൊക്കെ ഓണാക്കി കളിച്ചു നോക്കുക. കണ്ട ടീമേറ്റ് മനസ്സിലാക്കണ ഗൈസ്. കളി തുടങ്ങിയവനെ നമ്മളെയാണല്ലോ വെടിവെച്ചത്. നമുക്ക് ഈ അപ്പുറത്ത് 2 ബംഗാളിയാളെയും കൂടി തീർത്തേക്കാം. ഗൈസ് ഗ്ലൂ വാൾ ചാടാത്തെ ഗൈസ്, ഗ്ലൂ വാൾ ചാടുന്നില്ല. ഗൈസ് സ്കാറ്ററാണ് ഈ ഊക്കങ്ങാണല്ലോ. നമുക്ക് ഈ ബംഗാളിയിലെത്തി കാടിന് ഒന്നെങ്കിൽ ഞാൻ ചാടാം, അല്ലെങ്കിൽ ഇവ ചാടേ. ഇച്ചേതായാലും കുഴപ്പമില്ല ഗൈസ്, തോറ്റാനും ജയിച്ചാലും കുഴപ്പമില്ല. ഇച്ചേതായാലും നമ്മൾ ടീമേറ്റിനെ വെറുപ്പിച്ചാൽ മതി. ടീമേറ്റ് ബാക്ക് അടിച്ച് പോകാൻ മതി, എന്നാൽ കളി റങ്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനും ബാക്ക് അടിച്ച് വേണ്ടി വരും. തോണ് പോയി ചാവേ. ഫസ്റ്റ് എനിമിനെ സുഖമായി കൊന്നീനു. ഇതിലാണെങ്കിൽ ഹെഡും കയറുന്നില്ല. നിക്കടാടെ ഇത്ര കഴിച്ചത് ഹെഡ് അടത്ത കഴിച്ചു. എനിക്കാണെങ്കിൽ കൺട്രോളും സെൻസിറ്റി എല്ലാതും മാറിയിരിക്കണേ. ഞാൻ അറിയാതെ കഴിച്ചു നമ്മുടെ ഫ്രീ ഫയർ കളഞ്ഞു. എന്തിനാണെന്നറിയില്ല. എന്തിനാ കഴിച്ചാൽ കഴിച്ചു ഞാൻ ഹാക്ക് ആയിട്ടാ നോക്കി. ഞാൻ യൂട്യൂബിലൊക്കെ വെറുതെ ഹാക്കിന് കണ്ടിന്. വെറുതെ കഴിച്ചു നമ്മളെ ലെഫ്റ്റ് ഫയർ ബട്ടന് ഇങ്ങോട്ടാവണം. അയ്യോ കഴിച്ചു നമ്മുടെ ടീമിൻ്റെ തല ഉന്നം വെച്ച് കുത്തിരിക്കാം. അപ്പം ഇനി ഞങ്ങൾ രണ്ടാണ് തമ്മിൽ യുദ്ധം. ഗൈസ് അപ്പത്തെ എനിമീസിന് മനസ്സിലായി ഗൈസ്. ഓരോ ടീമിനെ കൊണ്ടു. ദൈവത്തെ കവർ ചെയ്യണേ കാണാം. അയ്യോ ഗൈസ് ഫോൺ ലാഗായി ഗൈസ്. ഇത് നോക്കട്ടെ, അതൊക്കെ ഫോൺ ലാഗായതാണ്. മാനത്തൊക്കെ നോക്കി നടക്കും. അയ്യോ വേഗം വൂക്കോങ് ഓണാക്കണം. എങ്ങനെ ഇരിക്കണിപ്പോ ഇതാണ് ഗൈസ്. ചെക്കാണ് ഈ റേഞ്ച് പോയാൽ അതാണ് കുഴപ്പം. ഒരു പിങ് വന്നു, അതാണ്. നമ്മൾ ടീമേറ്റിൻ്റെ കളിയാണ് ഗൈസ്. നമുക്ക് ടീമേറ്റ് ഗൈസ് ഒടുക്കത്തെ കളി കേട്ടോ, ഫുള്ള് ബോഡി ഷോട്ടാണ്. ഈ റേഞ്ച് ഗൈസ് ഒരു കട്ട് കിട്ടണല്ലോ. ഞാനാണ് ഈ വൈഫൈയെ വിളിച്ചത്, അതാണ് ഇങ്ങനെ വേഗം നിൽക്കുക. മൂഞ്ചിരെ ആടം ചാച്ച് ഗൈസ്. ആടം ചാച്ച് 1-1 ഗൈസ്. ഈ ഒരു നൂബ് എന്നെ കൊല്ലാൻ നോക്കിയിട്ടാണ് ഗൈസ്. കുത്തി കൊല്ലാൻ നോക്കുക. ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവനെ തലക്കുന്നം വെച്ച് ഉത്തിരികയായിരുന്നു. നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഓൻ്റെ അടുത്ത് തന്നെ ഒന്ന് തലക്കുന്നം വെച്ച് ഉത്തിരിക്കും. അങ്ങനെ കാണിച്ചു കേട്ടോ.
ഊ ആ ഓനെ തൊട്ടു. എത്ര കഴിച്ച് ഗ്ലൂവാൻ ചാടട്ടെ. ഈ കഴിച്ച് ചടക്കിൽ കേട്ടോ, ഗ്ലൂവാൾ ചാടുന്നില്ല. അതുള്ള കാക മാറിയേ ഇന്ന് ഗ്ലൂവാടാൻ പറ്റുള്ളപ്പോ കണ്ടോളം കണ്ടി മാറ്റേണ്ടി വരും. അയ്യോ ടീമേറ്റ് എല്ലാവരും അടിച്ചാലോ. എനിമി ഒന്നും തൊട്ടാ മതി, ഞാൻ ചാവും. തൽക്കാലം ഓനി എനിമിൻ്റെ അടുത്ത് പോയി മുട്ടട്ടെ. അപ്പോൾ കണ്ടോള് മാറ്റാം. ഇതൊന്ന് വലുതാക്കിയാൽ പോരെ. നമുക്ക് നമ്മൾ എനിമി അല്ല നമ്മൾ ടീമേറ്റിനെ കൊല്ലാൻ പോവാം. ടീമേറ്റാണ് അതിൻ്റെ ഉള്ളിൽ പെറ്റടക്കുന്നത്. ടീമേറ്റിനെ തൊടുന്നോടാ. റേഞ്ചും ഇല്ല തേങ്ങ. ഗൈസ് റേഞ്ച് പോയി. ഒരു റൗണ്ട് തന്നെ പോയി തേങ്ങ. വേറെ തോക്കെടുത്തേന് പാരഫലും പൊട്ടാസും തോന്നും. അടുത്ത പാരഫൽ പിന്നെയും പാരഫലും M18 ഗൈസ്. ഇവൻ വെറും ന്യൂബനല്ല. റേഞ്ച് വരാൻ ആകെ ചടത്ത്. ബാക്കിൽ നിന്ന് എനിമി, മുന്നിൽ ടീമേറ്റും. എൻ്റെ ടീമേറ്റിനെ കൊന്നു. റേഞ്ച് ഇല്ല, അതാണ് ചാകെ ചടക്കണത്. തോക്ക് ഗൈസ്. ഓ ഗൈസ് ടീമേറ്റ് ഇതൊക്കെ ഗൂഗിളിൻ്റെ അടിയിലൊക്കെ കൂടി ഗൈസ്. ഇടയ്ക്ക് റേഞ്ച് കൊണ്ട് അതാണ് വീഡിയോ ഇടയ്ക്ക് കേട്ടാണ് ഗൈസ്. ആ റേഞ്ച് കൊണ്ടിടത്ത് നിങ്ങൾ കാണണ്ടല്ലോ ഗൈസ്. ടീമേറ്റ് ചാടി കൊണ്ട് ഗൈസ്. ഈ ഹൈ ഓട്ടറിന് വേഗം തീർക്കുന്നതിനെ വേഗം കളി ചെയ്യും. കുറച്ച് ഹെഡ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ചാവില്ല. അതിന് ആക്റ്റീവിന് കിട്ടുന്നുണ്ട്. ചില നമുക്ക് ലൈക്ക് കൊടുത്തേക്കാം. മൂന്നിനൊക്കെ ഉണ്ടോ? പുതിയ ക്യാരക്ടറൊക്കെ ഉണ്ട്. ഗൈസ് അവരെ കുടുക്കി കൊന്നു ഗൈസ്. ഇജാതി. പക്ഷെ ഇവരെ ഞാൻ വെറുതെ കൊന്നില്ല. ഇവരെ കൊല്ലണം. ഇവരാണ് എന്നെ കൊന്നത് ഗൈസ്. അതിൻ്റെ ഒരു എനിമി ഫുണ്ട. എനിമിനെ തീർക്കലെ കളിയായി. ഓക്കെ നമ്മളെ ടീമേറ്റിനെ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ കൊന്നിട്ടുണ്ട്. എനിമിനെ കൊണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ടീമേറ്റിനെ കൊല്ലണം. അതാണ് ഇന്നത്തെ ടാസ്ക് ഗൈസ്. നിങ്ങൾക്ക് ഇനി ഇങ്ങനെ റൂമ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് വാണി കളിച്ചേക്കൂടി. ബംഗാളിയോടൊപ്പം കളിച്ചാൽ കേട്ടോ. ടീമേറ്റിന് നമ്മളെ മലയാളി ടീമേറ്റിൻ്റെ ഒപ്പം കളിച്ചണ്ട. എല്ലാത്തവരെയും മുഴുവൻ കേൾക്കേണ്ടി വരും. പിന്നെ ഒരു ബാക്ക് ടൂൺ ചെയ്യും. ബേക്കിനെ അറിയാത്തതുകൊണ്ട് ബാക്കിലോണ്ടൊരു ഹെഡ് കൊണ്ടുപോയി ചാവും. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഓൺ കൊടുക്കും. പൈസന് സിറ്റ് മറ്റേ 200 രൂപകളാണ് പഠിച്ചിട്ട് ഒരാഴ്ചക്ക്. നമ്മുടെ സീമോട്ടൊക്കെ പോയിക്കണേ. ഇനി എല്ലാം ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഫ്രീ ഫയർ മാക്സ് ഇപ്പോൾ പുതിയ കയറ്റിയത്. ഇന്നലെ ഞാൻ കളഞ്ഞു. ഹാക്ക് വേർഷൻ കയറ്റി, പക്ഷേ വർക്കായില്ല. ഇന്നത്തെ കണ്ടന്റ് ശരിക്കും അതാക്കാൻ ഞാൻ കരുതിയത്. വെറുതെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരു പരിശീലനം. നമുക്ക് വേണ്ട ഒരു ഇടയ്ക്കൊരു പരിശീലനം, ഒരു എക്സ്പെരിമെൻറ്റ്. എനിമി വന്ന് കഴിച്ചു. വേഗം ആരും ചാവി വേഗം ചാവി. ശുഭന ക്യാരറ്റ് ഇട്ടല്ലോ. എന്നിട്ടെന്തോ ചാവാതെ ഒറ്റ സ്ഥലം മാറിയുണ്ട്. കൂടി പൊട്ടത് വർക്കാവൂലത്. ഹെഡ് ഷോട്ട് ഓൺലിയാണ്. ഇങ്ങനെ ഒരു മണകൊണാഞ്ചാണുള്ള ഞാൻ. ചാവേ ഇപ്പം ഇനി നമുക്ക് ലൈക്ക് കൊടുക്കാം. മുട്ടേതിലിട്ട് നമുക്ക് കാണുക. നമ്മൾ സ്മൂത്തിലിട്ട കളിച്ചണേ. ഇവിടെ കൊല്ലണം. ഇത് നമുക്ക് ലോൺസിൽ മാത്രമല്ല കഴിച്ച് നമുക്ക് CS അങ്ങനെ നമ്മൾ സാധാ റൂം ഇടില്ലേ അതിലും പറ്റും കഴിച്ച്.
ചോണ്ട് കൈസ് അപ്പുറത്തെ എനിമിക്ക് റേഞ്ച് ഇല്ലോണ് എപ്പോഴും ചാവുണ്ട്. കാര്യം കാണാത്ത എന്നാണ്ടോ ഓനത് അവിടെ നിന്ന് കത്തുകണേ. ഗൈസ് 4-4 ഈ ഒരു മണക്കോണാൻ്റെ അതുകൊണ്ട് മറ്റൊന്ന് സുഖമായി കില്ലിട്ടില്ലെങ്കിലും ചേട്ടാ ഓൻ ബാക്ക് അടിച്ചു പോയി. ഓൻ ബാക്ക് അടിച്ചാൽ നമ്മൾ ടീമേറ്റ് ഉണ്ടല്ലോ, നമ്മളെ ലക്ഷ്യം ടീമിനെ കൊല്ലാം, കളി പോയി ആവശ്യണമെന്നില്ല. ഇവൻ ആദ്യം കഴിച്ച ആ എരിമിനെ കൊല്ലാൻ പോകും, അപ്പോൾ ഇതിന് നമുക്ക് ഇവനെ തീർക്കണം. 3-2-1 ഇനി നമുക്ക് നമ്മളെ എരിമിനെ അടുത്ത് പോയി പട്ടിച്ചാട്ടി കൊല്ലാം. ഏതായാലും അവനവിടെ റേഞ്ച് ഇല്ലാതെ കുത്തിരിക്കുന്നുണ്ടാവും. എന്നാ കഴിച്ചു ഇവനാണ് അറിയൂ റൗണ്ട് എടുത്ത് നമ്മൾ ജയിച്ചും. ഇത് നമുക്ക് കഴിച്ച് നമ്മളെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ ആഴ്ചകളൊക്കെ ഡൗൺലോഡ് ചെയ്യണം കഴിച്ച്, എന്തൊരു കഷ്ടമാണ്. ഞാനിപ്പോൾ വീഡിയോ മാത്രം കഴിച്ച് ഈ ഡ്രസ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് തന്നില്ല. എൻ്റെ വെപ്പൺ പാക്ക് പോലും ഡൗൺലോഡ് അല്ല, അത് സർട്ടിഫിക്കറ്റൊന്നും സ്കിൻ തന്നെ അല്ല. കഴിച്ചു ഇപ്പോൾ അവിടെ വെറുതെ നീണ ഞാൻ ചത്തേനു. തൊട്ടാ ഹെഡ് കഴിച്ച്. ഞാൻ പാനലൊന്നും കയറ്റിയില്ല കേട്ടോ, നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് നടക്കരുത്. ഇന്നത്തെ വീഡിയോ ലെങ്ത് ഉണ്ടോ അറിയില്ല. നമുക്ക് ഏതായാലും കഴിച്ച് ഒരു റൂം കൂടി ഒരു മാച്ച് കൂടി കളിച്ചിട്ട് നിർത്താം. ഓട്ടെ അതിൽ വരുവട്ടെ, ഏതൊരു ബംഗാളികൾ വന്നാൽ ആദ്യം കഴിച്ച് ഇവരൊക്കെ ഇട്ടാക്കാം. ഇനി പുതിയ ആൾക്കാർ വന്നിട്ട് പുതിയ ആൾക്കാർ പാകലാശിക്ക് വന്നു. അപ്പുറത്ത് MR ആയിഷൊക്കെ നിന്ന് കഴിച്ച് പെണ്ണുമ്പിള്ളയാണ് അപ്പുറത്ത്. ന്യൂ തമ്മി തല്ലാവും, ഞങ്ങൾ രണ്ടേ തല്ലാവും, ദമ്മല്ല കഴിച്ച് തല്ലാവും. ഇന്നത്തെ വീഡിയോ ലെങ്ത്ത് കൂടുമെന്ന് അറിയില്ല. കഴിച്ച് ഇവൻ്റെ കളക്ഷൻ പാക്ക് മാത്രം കഴിച്ചിട്ട് കാണുന്നുണ്ട്. കഴിച്ച് ഓൻ അറിയാൻ പാടില്ല കഴിച്ച്, ഇത് ഫ്രണ്ട്ലി മാച്ചാണ്. ഓനെ അറിഞ്ഞാൽ ഓനെ കൊല്ലും. അപ്പുറത്തില്ല ഒറ്റ പേരും ഷൊണ്ണേന് കഴിച്ച്. ഇതാണ് നമ്മളെ ആയിഷയുടെ ടീമേറ്റ് വന്നു. It's 1v2 സിറ്റുവേഷൻ. ആയിഷക്ക് ഇപ്പോഴാണ് കഴിച്ച് കുത്തി വെച്ചായി. ഇത് ഹെഡ് ഷോട്ട് ഓൺലിയാണ്. അയ്യോ നമ്മളിന്നെ ഗ്ലൂ വാളൊന്നും ഇടൂല. ഇത്രയും കഴിച്ച് വെറുതെ ലോൺ കൊടുത്തിട്ട് ഗ്ലൂ ആയിട്ട് നടക്കാൻ. ഓക്കെ ആയിഷ വീണു. MS ആയിഷ. അടുത്ത് നമ്മൾ സുലൈമാനവിടെ. സുലൈമാൻ മിക്കറുപ്പം നമ്മൾ കുടുങ്ങിട്ടാവും. സുലൈമാനെ ഗൈസ് 1v2 ടീമേറ്റ് ലൈക്കു ഗൈസ് കരയുടെ പോച്ചൊക്കെ കൊണ്ടിട്ട് പാവച്ചേർക്കാം. ഞാനെന്നെ അവരെ കൊന്നത്. അവനാണ് ഗൈസ് റേഞ്ച് പോയി നിൽക്കുന്നു പറഞ്ഞേ, ചെറുക്കാൻ കളി എടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞേ. ഗൈസ് അവനെ കൊല്ലാൻ നിൽക്കണല്ല, മനസ്സിലായിട്ടില്ല കൊണ്ട്. ഓനാ ഇവനെ കൊല്ലാൻ പോയതാണേ. എനിക്കൊരു കില്ലോ കളഞ്ഞു. കൊല്ലു ആയിഷ കൊല്ലിന് മുമ്പ് ഇച്ചിൻ്റെ പാകലിനെ കൊല്ലണം. ആയിഷ കില്ലോ എടുക്കാൻ പാടില്ല ഗൈസ്, ആയിഷ കില്ലോ എടുക്കാൻ പാടില്ല. ആയിഷക്കങ്ങനെ 8 കിലോ വേണ്ട ഗൈസ്. ഇതാണ് ചെറിയ ലാഗൊക്കെ അടിച്ചിട്ടുണ്ട്, അതൊന്നും നോക്കണ്ട ഗൈസ്. നമ്മൾ വേഗം പാകനെ കൊല്ലാൻ പോവാം ഗൈസ്. പാകനെ ഹെഡുണ്ടാണ്. പാകനെ കൊന്നു ചെറുക്കൻ്റെ ഇപ്പോൾ ബാക്കടിച്ചോ വിചാരിച്ച് കൂടുതലായി. ആയിഷ എന്നെയും കൊന്നു. ആയിഷ കളിച്ചുട്ടോ. ഞാൻ കരുതി ആയിഷ ഫസ്റ്റ് പൊട്ടത്തെയാണ്. ഒഡീഷ ഡോൺ. ഗൈസ് അവളെ ഗിൽഡോ ഗൈസ് ഒഡീഷ ഡോൺ അത്രേ. ചെറുക്കം മൂമ്മരൊക്കെ ഉണ്ട്, നമ്മക്കിടാൻ വയ്ക്കൂലെന്നാ. നമ്മളടുത്ത് കിട്ടൊരു ഇമോട്ട് ഉണ്ട് കേട്ടോ, നമ്മളടുത്ത് ആകെ ഇമോട്ടേ ഉള്ളൂ, ബാക്കിയൊന്നും ഡോളല്ല. ഗൈസ് പുതിയ തോക്കും വിൻചെസ്റ്ററും ഓകും. നമുക്ക് ഈ വിൻചെസ്റ്റർ മതി. എടക്കള്ള ചെറുക്കന് ബുദ്ധി വെച്ചു, അപ്പുറത്തെ ആയിഷക്ക് ബുദ്ധി വെച്ചു. ആയിഷ മറ്റോനെയും കൊന്നു, ഞാൻ അബനെയും കൊന്നു.
ആയിഷ സീനാണ്. ആയിഷ നൂപത്തിയല്ല, ആയിഷ പ്രയോറിറ്റിയാണ്. പ്രയോറിറ്റി ഇവിടുത്തെ ഇങ്ങനെ ജമ്പ് ഷോട്ട് കൊണ്ടൊക്കെ കളിച്ചു ഗൈസ്. അല്ലാ പത്ത്. ആയിഷ പമ്പം കളിയാണ് ഗൈസ്. ഗൈസ് നേരത്തെ പറഞ്ഞ ടീമേറ്റ് വേക്കടിച്ചു പോയി. പകല് വേക്കടിച്ചു ഗൈസ്, പകല് വേക്കടിച്ചു. അപ്പം നമ്മളെന്താ കണ്ടന്റ് മാറി ഗൈസ്. അവിടെ കിടക്കട്ടോ, ഞാൻ കൊന്നിട്ടാണ് ചെറുക്കനെ ഇറച്ചിട്ടുണ്ട്. നമുക്കും ഗൈസ് വേക്കടിച്ചാലോ. അതിന് ഇന്നത്തെ വീഡിയോ കണ്ട് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഈ റൗണ്ടേ രണ്ടാളും വൺ ടാപ്പ് അടിച്ചിട്ട് നമുക്ക് നിർത്താം. അപ്പുറത്ത് പോയി അമ്മ യുദ്ധമായി. പിന്നെ ആയിഷനെ വൺ ടാപ്പ് അടിച്ച് നിർത്താം. കാരണം ആയിഷൻ്റെ HP പകുതി മുക്കാലും പോയിക്കും. അങ്ങനെ ഗൈസ് ആയിഷ കവർ ചെയ്തിട്ടുണ്ടോ. നമ്മൾ ഈ പുതിയ തോക്കൊണ്ട് തന്നെ അടിച്ചു. ഇവളത്ത് ഇങ്ങനെ അടിച്ചിനെ ഇത്തോളം കഥ കൈസ്. വെറുതെ കവർ ചെയ്യുന്നേ. കളിച്ചാണ് കൈസ്. പുതിയ HUD ആയിട്ട് കളിച്ചാനൊരു കോസില്ല കൈസ്. ഇരുന്ന കാണിച്ചു തന്നെയുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ എലിമിനേറ്റ് ആയി തരികയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പോയി കാണാം. ഗുഡ് ബൈ. പിന്നെ ഗൈസ് ഞാൻ അതിനു മുമ്പ് പുതിയ വീഡിയോസൊക്കെ ഇട്ടിരുന്നു. 2018 ഫ്രീ ഫയർ ഒക്കെ അങ്ങനെ കളിച്ചാൽ അതൊക്കെ ഒന്ന് കണ്ടോക്കെ ഗൈസ്. അതിനൊക്കെ ലൈക്ക് അടിക്കുക. നിങ്ങൾ എത്താണൊന്നും ലൈക്ക് ഒന്നും കാണാത്തത്, ലൈക്ക് അടിക്കുന്നില്ല, കാണൂല. പിന്നെ ഗൈസ് ഈ വീഡിയോ ലൈറ്റ് ടാർഗറ്റ് ഗൈസ് ഒരു 10 ലൈക്കാണ്. നിങ്ങളെ കൊണ്ട് അത് സാധിക്കും ഗൈസ്. ഒരു ലൈക്ക് അടിച്ചാൽ പോലെ. അപ്പോൾ നമുക്ക് അടുത്ത കിട്ടിയ വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.